ഹായ്, എല്ലാവർക്കും ഗ്രേസ് ഓഫ് ഗോഡ് മെലഡീസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ 18ാമത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൂടെ കോഡ് ഇൻവേഷൻസ് കാര്യങ്ങൾ എല്ലാം നമ്മൾ പഠിച്ചു. അത് നിങ്ങൾക്ക് എളുപ്പമായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടുക. നിങ്ങളുടെ കമൻറ്റുകൾക്ക് ഞാൻ മറുപടി തരുന്നുണ്ട്. പിന്നെ ചില കമൻറ്റുകൾക്ക് നമുക്ക് വീഡിയോ ആയിട്ട് അത് ക്ലാസ് ആയിട്ട് ഇട്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സംശയങ്ങൾ തീരുള്ളൂ. നമ്മളത് ഇതിൻ്റെ പോകെ നമ്മൾ ഈ ചാനലിലൂടെ അതിൻ്റെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് പോകുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു സ്കെയിലിനെ കുറിച്ചാണ്. അപ്പോൾ ഇതിൻ്റെ പേരാണ് പെൻറ്റാറ്റോണിക് സ്കെയിൽ. അപ്പം ഈ പെൻറ്റാറ്റോണിക് സ്കെയിലിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാനായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പെൻറ്റാറ്റോണിക് സ്കെയിൽ എന്ന് പറയുന്നത് 5, അതായത് ആരോഹണത്തിലും അവരോഹണത്തിലും അസെൻഡിങ് ഓർഡറിലും ഡിസെൻഡിങ് ഓർഡറിൽ വായിക്കുമ്പോൾ 5 സ്വരങ്ങൾ വരുന്നതിനെയാണ് പെൻറ്റാറ്റോണിക് സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ കർണാട്ടിക് മ്യൂസിക്കിലാണെങ്കിൽ ഔഡവരാഗം എന്നൊക്കെ പറയും. ഔഡവരാഗം എന്ന് പറഞ്ഞാൽ 5 സ്വരങ്ങൾ, ആരോഹണവും അവരോഹണവും 5 സ്വരങ്ങൾ വീതം വരുന്നതിനെയാണ് ഔഡവരാഗം എന്ന് പറയുന്നത്. അത് വെസ്റ്റേൺ നോട്ടിൽ വരുമ്പോൾ അതിനെ പെൻറ്റാറ്റോണിക് സ്കെയിൽ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ നമ്മൾ 1-2 സ്കെയിലിൻ്റെ പെൻറ്റാറ്റോണിക് സ്കെയിലാണ് പഠിക്കാൻ പോകുന്നത്. ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് അതേമാതിരി നമുക്ക് പെൻറ്റാറ്റോണിക് സ്കെയിൽ പഠിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യമേ നമുക്ക് സി മേജർ പെൻറ്റാറ്റോണിക് സ്കെയിൽ പരിചയപ്പെടാം. അപ്പോൾ ആരോഹണത്തിലും അവരോഹണത്തിലും 5 സ്വരങ്ങൾ. അപ്പോൾ നമുക്കറിയാം ഒരു സ്കെയിലിൽ 7 സ്വരങ്ങളാണ് വരുന്നത്. ആ 7 സ്വരങ്ങളിൽ 2 സ്വരങ്ങൾ നമുക്ക് ഈ പെൻറ്റാറ്റോണിക് സ്കെയിൽ വായിക്കുമ്പോൾ അവോയ്ഡ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ വരുന്നത്, ഇപ്പോൾ സി മേജർ സ്കെയിലിലെ 7 നോട്ടുകളിൽ 4ാമത്തെ നോട്ടും 7ാമത്തെ നോട്ടും പെൻറ്റാറ്റോണിക് സ്കെയിൽ വരുമ്പോൾ നമ്മൾ കളയുകയാണ്. ബാക്കി വരുന്ന 5 നോട്ടുകളാണ് പെൻറ്റാറ്റോണിക് സ്കെയിലായിട്ട് വായിക്കുന്നത്. അപ്പം നമുക്ക് അതിന് സി മേജർ സ്കെയിൽ നോക്കാം. സി, ഡി, ഇ, എഫ്, ജി, എ, ബി. ഇതാണ് സി മേജർ സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സി മേജർ സ്കെയിലിലെ 4ഉം 7ഉം നോട്ടുകൾ, അപ്പം 1, 2, 3, 4. ഈ എഫ് എന്ന് പറയുന്ന നോട്ട് നമ്മൾ ഇല്ല. അടുത്തത് 5, 6, 7. ബി എന്ന് പറയുന്ന നോട്ടും നമ്മൾ കളയുന്നു. അപ്പം 4ാമത്തെ നോട്ടിലെ എഫ് എന്ന് പറയുന്ന 4ാമത്തെ നോട്ടും കളയുന്നു, 7ാമത്തെ നോട്ടിലെ ബിയും കളയുന്നു. അപ്പോൾ ബാക്കി മിച്ചം വരുന്ന നോട്ടുകൾ സി, ഡി, ഇ, ജി, എ. അപ്പോൾ സി, ഡി, ഇ, ജി, എ ആണ് സിയുടെ പെൻറ്റാറ്റോണിക് സ്കെയിൽ. അപ്പോൾ അത് വായിച്ചു നോക്കുക. വളരെ എളുപ്പമാണ്. 4ഉം 7ഉം നോട്ടുകൾ കളഞ്ഞിട്ട് ബാക്കി വരുന്ന 5 നോട്ടുകൾ വായിക്കുക. അപ്പോൾ ആരോഹണത്തിലും അവരോഹണത്തിലും 5 നോട്ടുകൾ. ഇനി ഒരു സ്കെയിലും കൂടെ നമുക്ക് നോക്കാം. ഡി മേജർ എന്ന് പറയുന്ന സ്കെയിൽ നമുക്ക് നോക്കാം. അപ്പോൾ ഡി മേജർ സ്കെയിലിൻ്റെ പെൻറ്റാറ്റോണിക് സ്കെയിൽ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. അപ്പോൾ ഡി മേജർ സ്കെയിലിലെ നോട്ടുകൾ നമുക്ക് നോക്കാം. ആദ്യത്തെ നോട്ട് ഡി, ഇ, എഫ് ഷാർപ്പ്, ജി, എ, ബി, സി ഷാർപ്പ്, ഡി. ഇതിലെ 4ഉം 7ഉം നോട്ട്, 4ാമത്തെ നോട്ട് ഞാൻ നോക്കാം. D1, E2, എഫ് ഷാർപ്പ് 3, ജി. അപ്പം ഈ ജി നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നില്ല. അടുത്തത് 5 എ, 6 ബി, 7 സി ഷാർപ്പ്. ഈ സി ഷാർപ്പും നമ്മൾ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ 5ാമത്തെ നോട്ടുള്ള ജിയും 7ാമത്തെ നോട്ടുള്ള സി ഷാർപ്പും നമ്മൾ അവോയ്ഡ് ചെയ്തുകൊണ്ട് ഈ സ്കെയിലിനെ വായിക്കുന്നു. അപ്പോൾ വരുന്ന നോട്ടുകൾ ഡി, ഇ, എഫ് ഷാർപ്പ്, എ, ബി. ഇതാണ് ഡിയുടെ പെൻറ്റാറ്റോണിക് സ്കെയിൽ. അപ്പം ഡി, ഇ, എഫ് ഷാർപ്പ്, എ, ബി. ഓക്കെ. അപ്പോൾ അത് വായിച്ച് നോക്കുക.
അപ്പോൾ ഇതാണ് പെൻറ്റാറ്റോണിക് സ്കെയിൽ എന്ന് പറയുന്നത്. പെൻറ്റാറ്റോണിക് സ്കെയിൽ എന്ന് പറയുന്നത് മേജർ സ്കെയിൽ, ഇപ്പോൾ ഏത് സ്കെയിലാണെങ്കിലും ആ സ്കെയിലിലെ 4ഉം 7ഉം ആ സ്കെയിലിൽ വരുന്ന നോട്ടുകളുടെ 4ാമത്തെ നോട്ടും 7ാമത്തെ നോട്ടും കളഞ്ഞിട്ട് ബാക്കി 5 നോട്ടുകൾ ആരോഹണ അവരോഹണ രീതിയിൽ വായിക്കുമ്പോൾ അതിനെ പെൻറ്റാറ്റോണിക് സ്കെയിൽ എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പെൻറ്റാറ്റോണിക് സ്കെയിലിനെ കുറിച്ച് കൂടുതൽ മനസ്സിലായി കാണും. ഇതുപോലെ ബാക്കിയുള്ള സ്കെയിലുകൾ നിങ്ങൾക്ക് പെൻറ്റാറ്റോണിക് സ്കെയിലായിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ, നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. നിങ്ങളുടെ കമൻറ്റിന് തീർച്ചയായിട്ടും ഞങ്ങൾ റിപ്ലൈ തന്നുകൊണ്ടിരിക്കും. പിന്നെ നിങ്ങൾ മുന്നിലേക്ക് ആദ്യമായിട്ടാണ് ഈ ചാനൽ എത്തുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ, നിങ്ങളുടെ ലൈക്കാണ് നമ്മുടെ ചാനലിൻ്റെ ശക്തിയും സപ്പോർട്ടും. അപ്പോൾ നിങ്ങൾ ആ വിലയേറിയ ലൈക്കുകൾ നൽകി നമ്മുടെ ചാനലിനെ പ്രൊമോട്ട് ചെയ്യേണ്ടതാണ്. പിന്നെ നിങ്ങൾ ഈ മാക്സിമം ഈ വീഡിയോസൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ ചുറ്റുപാടുള്ളവർക്കൊക്കെ അയച്ചു കൊടുക്കുക. അപ്പോൾ അവർക്കും കീബോർഡ് രംഗത്തേക്ക് കടന്നു വരുവാനും പല രീതിയിലുള്ള ക്ലാസ്സുകളിലൂടെ അവർക്കും ഒരു കീബോർഡിൻ്റെ ഫോർമേഷൻ കിട്ടുവാനും അവർക്കും നല്ല രീതിയിൽ ഇതിലേക്ക് എത്തിച്ചേരാനും സാധിക്കുന്നതായിരിക്കും. പിന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ വീഡിയോ കണ്ട് പഠിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുവാണ് നമ്മൾ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അടുത്ത ക്ലാസ്സിൽ ഒരു പുതിയ വീഡിയോ ഇട്ട് കാണാം. താങ്ക് യു.